കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അർച്ചന വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, ഈ സാമ്പത്തിക ഇടപാടിൽ സിജോയ് വർഗീസിന് പങ്കുണ്ടോ എന്നാണ് ഈ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ മൊഴിയെടുക്കൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ മൊഴിയെടുക്കൽ ഉണ്ടാകുമോ? ഒപ്പം ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കുമെന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആര്യ, തീർച്ചയായും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പേരെ ചോദ്യം ചെയ്യലിലേക്ക് അടക്കുകയാണ്. അതിൽ പ്രധാനമായും ദിവ്യ ഉണ്ണിയുടെയും സിജോ വർഗീസിന്റെയും മൊഴിയടക്കം രേഖപ്പെടുത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സിജോ വർഗീസാണ് ഈ മൃദംഗ മിഷന്റെ രക്ഷാധികാരി എന്നാണ് പ്രധാനമായും രക്ഷിതാക്കളോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതാണ് ദിവ്യ ഉണ്ണിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്ന്. കാരണം ഇത്തരത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ പരിപാടി നടന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ വിളിച്ചു വരുത്തി ഇവരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും 3 പേരാണെന്ന് മൃദംഗ മിഷന്റെ രക്ഷാധികാരി, മറ്റൊന്ന് ഈ മറ്റ് സംഘടനാ നേതാക്കളുമാണ്. ഇപ്പോൾ 3 പേര് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാർത്ത, ഉമാ തോമസ് കണ്ണ് തുറന്നിരിക്കുന്നു, കൈകാലുകൾ അനക്കിയിരിക്കുന്നു എന്ന രാവിലത്തെ വാർത്ത തന്നെയാണ്. മകൻ ഉമാ തോമസിനെ കണ്ടപ്പോഴാണ് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. അതിലേറെ ആശ്വാസത്തിലാണ് ഇപ്പോൾ കുടുംബം. എന്തായാലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യക്തത വരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് 10 മണിക്ക്. അതിനുശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കും. അതിലായിരിക്കും എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വ്യക്തമാവുക. എന്തായാലും നിലവിൽ ശ്വാസകോശത്തിന് ചതവ് അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇൻഫെക്ഷൻ അടക്കമുണ്ട്. എന്തായാലും അത്തരം പരുക്കുകളാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഈ യോഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായം അടക്കം ഇപ്പോൾ അങ്ങനെയാണ് ഈ നിരീക്ഷണം തുടരുന്നത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. അതിനായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗം ചേരുക. അതിനുശേഷം തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ആന്റിബയോട്ടിക്കുകളാണ് നൽകുന്നത്. അതിൽ പ്രധാനമായും ഈ ശ്വാസകോശത്തിനേറ്റ പരുക്ക്, അതിൽ ഇൻഫെക്ഷൻ അടക്കമുണ്ട്. അതൊക്കെ മാറാനാണ് ഇപ്പോൾ പ്രധാനമായും മരുന്നുകൾ നൽകുന്നത്. അത് കൃത്യമായി ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിലയിരുത്തും. ശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. അതിലായിരിക്കും ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് എന്തായാലും വ്യക്തത വരിക. നിലവിൽ ഏറ്റവും ആശ്വാസമായ കാര്യം ഉമാ തോമസ് കണ്ണ് തുറന്നിരിക്കുന്നു, കൈകാലുകൾ അനക്കിയിരിക്കുന്നു എന്ന മകന്റെ പ്രതികരണം തന്നെയാണ്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുകൂടാതെ ഗുരുതരമായ വീഴ്ച ഈ സംഘാടനത്തിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ഫയർഫോഴ്സിന്റെയും അതുപോലെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെയും ഒപ്പം പോലീസിന്റെയും സംയുക്തമായ പരിശോധനാ റിപ്പോർട്ടാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ചതിൽ അനുമതിയില്ല എന്നും അതിൽ അപാകതയുണ്ടെന്നും കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ ആംബുലൻസ് സൗകര്യം അടക്കം ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ലടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ വീഴ്ച ഈ സ്റ്റേജ് നിർമ്മിക്കുന്നതിലടക്കം ഉണ്ടായിട്ടുണ്ട്. അത് GCD ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതായത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി മാത്രമേ ഇവിടെ പരിപാടി നടത്താവൂ എന്ന് പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശങ്ങളുണ്ട്, GCDയുടെ നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്റ്റേജ് നിർമ്മിക്കുകയും അവിടെ പരിപാടി നടത്തുകയും ചെയ്തത്. 12,000-ലധികം വരുന്ന ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ സ്റ്റേജിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും എല്ലാം തന്നെ ഈ പരിശോധനയെല്ലാം തന്നെ വ്യക്തമായതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആര്യ, ശരി. എന്തായാലും കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. അതേസമയം ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.